ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിനും +1കാർക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് നമ്മുടെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. സോ ഇതെന്താണ്, ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 8 റൂൾസ് പറയുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഞാനിതൊരു എൻ്റെ പഴയ ഒരു ബുക്കാണ് കേട്ടോ. ഞാൻ ഗ്രാമറൊക്കെ എഴുതി വെച്ചിട്ടുള്ള ബുക്കാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക. ആൻഡ് ഓൾസോ നിങ്ങൾ ബെല്ലൈക്കനൊക്കെ ഒന്ന് എനാബിളാക്കി വെക്കുക. പിന്നെ അത് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്തുകൂടി കൊടുക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നോക്കൂ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആക്റ്റീവ് വോയിസ് തന്നിട്ട് അതിനെ പാസീവ് വോയിസ് ആക്കി മാറ്റാനും ചോദിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പാസീവ് വോയിസ് തന്നിട്ട് അതിനെ തിരിച്ച് ആക്റ്റീവ് വോയിസ് ആക്കാനും ചോദിക്കാറുണ്ട്. ഞാൻ ഈ ഒരു ബോക്സിൽ ഇവിടെ മൊത്തം ആക്റ്റീവ് വോയിസിൻ്റെ സംഗതികളാണ് എഴുതിയിട്ടുള്ളത്. പാസീവ് വോയിസിൻ്റെതെല്ലാം ഇതിനകത്താണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മളവിടെ ഒരു കൺവേർഷൻ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടാണ് ചെയ്യേണ്ടതുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് തിരിച്ചറിയാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ V3 ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ, V3 എന്ന് പറയുമ്പോൾ എന്താ, വെർബിൻ്റെ മൂന്നാമത്തെ ഫോം. അത് മാത്രമല്ല ബൈ എന്ന് പറയും. ഞാൻ എവിടെ എഴുതുന്നുണ്ട്, V3 എന്ന് പറയുന്ന ഒരു ഫോം. V3 എന്ന് പറയുന്ന ഒരു ഫോമും അതിനോടൊപ്പം ഒരു ബൈ എന്ന് പറയുന്ന ഒരു വേർഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് നമ്മുടെ പാസീവ് വോയിസ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ഈ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഇതെന്താണ്, V3 മാത്രമല്ല അതിനോടൊപ്പം ബൈ കൂടി വരണം. ഓക്കെ, ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ തിരിച്ച് നമുക്കതിനെ ആക്റ്റീവ് വോയിസ് ആയിട്ടാണ് മാറ്റേണ്ടത് എന്നുള്ളൊരു ധാരണ നമുക്ക് എത്താൻ പറ്റും. ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ആക്റ്റീവ് വോയിസാണ് തന്നിട്ടുള്ളത്, അപ്പോൾ നമ്മൾ തിരിച്ച് പാസീവ് വോയിസിലോട്ടാണ് ആക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വന്നേക്കാം. കുഴപ്പമില്ല, നമുക്ക് റൂള് പഠിച്ച് എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം. ആക്റ്റീവ് വോയിസിനകത്ത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഡു ഡസ് ചേർന്ന ഫോമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, വെർബിൻ്റെ ഫസ്റ്റ് ഫോമും ഡു ഡസ് ചേർന്ന ഫോമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താക്കണം, നമ്മൾ പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ മാറ്റേണ്ട എന്താ ചേഞ്ച് ആകാൻ കൊണ്ടുവരാൻ ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റിനോടൊപ്പം നമ്മൾ ആം ഈസ് ആർ അവിടെ ചേർക്കണം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി സബ്ജക്റ്റിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ആം ഈസ് ആർ. പിന്നെ നമ്മൾ മറന്നു പോരുത്, പാസീവ് വോയിസിനകത്ത് ഏതൊരു സെൻറ്റൻസ് ആയിക്കോട്ടെ അവിടെ എല്ലാം നമ്മൾ ചേർക്കേണ്ടതാണ് ഈ V3യും ബൈയും എന്ന് പറയുന്നത്. ഓക്കെ, V3യും ബൈയും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെയും V3 ബൈ ഉണ്ടെങ്കിൽ പാസീവ് വോയിസ് ആണ് എന്നുള്ളത് പറഞ്ഞത്. കാരണം പാസീവ് വോയിസിൽ ഏത് സെൻറ്റൻസിലായിക്കോട്ടെ അതിലെല്ലാത്തിലും എന്തുണ്ടാവും, ഈ V3യും കാണും ബൈയും കാണും. ഓക്കെ, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇതെല്ലാത്തിലും കോമൺ ആയിട്ട് ചേർക്കേണ്ട രണ്ട് സംഗതികളാണ്. ഓക്കെ, പിന്നെ പ്ലസ് ഞാനൊരു ഏജൻറ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി റിമൈനിങ് പോർഷൻ എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. ആ തന്നിട്ടുള്ള സെൻറ്റൻസിൻ്റെ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ബാക്കി എന്തുണ്ടോ അതാണ് ഞാൻ ഈ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനെ നിങ്ങൾ അതിനൊന്നും മൈൻഡ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. ഡു ഡസ് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് പാസീവ് വോയിസിലോട്ട് ആക്കാൻ ആം ഈസ് ആർ പ്ലസ് V3 പ്ലസ് ബൈ നമ്മൾ ചേർക്കണം. ആ ഒരു ഐഡിയ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി നോക്കൂ, പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആം ഈസ് ആറിനോടൊപ്പം വെർബിൻ്റെ ING ഫോം ചേർന്നിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് ഈസിയാണ്. ഇതേ ആം ഈസ് ആർ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ആം ഈസ് ആറിനോടൊപ്പം ഇവിടെ ING ഫോമില്ലേ, അപ്പം നമ്മളവിടെ ബീങ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് അവിടെ ഇറക്കുകയാണ്. ഓക്കെ, ആം ഈസ് ആറിനോടൊപ്പം ബീങ് നമ്മൾ ചേർക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പാസീവ് വോയിസ് ആകുമ്പോൾ എല്ലാത്തിലും V3 പ്ലസ് ബൈ ഉണ്ടാവും. ഓക്കെ, പിന്നെ പ്ലസ് ഏജൻ്റ് ആണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ അപ്പം എന്താണ് ഞാൻ പറഞ്ഞത് നോക്കൂ, ആം ഈസ് ആറിനോടൊപ്പം വെർബിൻ്റെ ING ഫോമിലാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആം ഈസ് ആർ അതുപോലെ എഴുതുന്നു. പിന്നെ എന്താണ്, ബീങ് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ ചേർക്കുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, സ്ഥിരം ചെയ്യുന്ന പോലെ V3 പ്ലസ് ബൈ പ്ലസ് ഏജൻ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ V3 പ്ലസ് ബൈ അവിടെ കൊടുക്കണം. ഓക്കെ, ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. സോ ഇവിടെ നോക്കൂ, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നുള്ള രീതിയിലാണ് നമ്മുടെ സെൻറ്റൻസ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതെന്താണ്, പാസീവ് വോയിസിലോട്ട് ആക്കണം. അവിടെ നമ്മൾ നോക്കൂ, ഈ ഹാസും ഹാവും തന്നെയാണ് എവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഹാസ് ഹാവ്, സബ്ജക്റ്റിനോടൊപ്പം ഹാസ് ഹാവ് ചേർക്കുന്നു. പിന്നെന്താണ്, ഒരു ബീൻ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നു. ഓക്കെ, ഈ ബീനാണ് നമ്മളിവിടെ എക്സ്ട്രാ കൊണ്ടുവന്ന ആള് എന്ന് പറയുന്നത്. ഓക്കെ, ബീൻ നമ്മൾ ചേർക്കുന്നു. പിന്നെ നമ്മുടെ V3 പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ് എന്നുള്ള രീതി തന്നെയാണ് V3 പ്ലസ് ബൈ. ഓക്കെ, അത് നമ്മൾ കോമൺ ആയിട്ട് ചേർക്കുന്നത് തന്നെയാണ്.
ഇത് മൂന്നും നിങ്ങൾക്ക് പഠിച്ചോ, നിങ്ങൾ മനസ്സിലായോ? നിങ്ങളിത് ഇതിനോടൊപ്പം പഠിച്ചു വരിക കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിയായി പോകും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഡു ഡസ് പ്ലസ് വെർബിൻ്റെ ഫോമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തിലോട്ട് മാറ്റണം? ആം ഈസ് ആർ പ്ലസ് വി ത്രീ പ്ലസ് ബൈ എന്നുള്ള രീതിയിൽ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ മാറ്റണം. ഓക്കെ, ഡു ഡസ് ആണെങ്കിൽ ആം ഈസ് ആർ അവിടെ കൊടുത്തേ പറ്റൂ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓക്കെ കൊടുക്കുക. ദെൻ എന്താണ് വി ത്രീയും ബൈയും നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി ആം ഈസ് ആറിനോടൊപ്പം വെർബിൻ്റെ ING ഫോം ചേർന്നിട്ടാണ് നമ്മുടെ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസ് ആണ് അങ്ങനെ തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? ആ പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ ആം ഈസ് ആറിനോടൊപ്പം ബീയിങ് എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ ചേർക്കണം. പിന്നെ വി ത്രീ പ്ലസ് ബൈ നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കാം. നോക്കൂ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മീൻസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാസും ഹാവും അതുപോലെ നമുക്ക് കൊടുക്കാം. പിന്നെ ബീൻ എന്ന് പറഞ്ഞൊരു പുതിയ വേർഡ് അവിടെ കൊണ്ടുവന്നു. പിന്നെ വി ത്രീ പ്ലസ് ബൈ അവിടെ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇനി നമുക്ക് നോക്കൂ, ഇനി സിമ്പിൾ പാസ്റ്റിലോട്ട് പോവുകയാണ്. പാസ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഡിഡ് പ്ലസ് വി ടു ആണ് പാസ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഡിഡ് ആണ് വരുന്നത്. അപ്പോൾ ഡിഡ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പ്ലസ് വി ത്രീ പ്ലസ് ബൈ എന്നുള്ളത് അത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇത് കുറച്ച് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു ഫോർമാറ്റിൽ ചോദിച്ച്, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, എല്ലാം നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഡിഡ് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ പാസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വാസ് ഓർ വെയറിനോടൊപ്പം വി ത്രീ പ്ലസ് ബൈ അങ്ങ് ചേർത്താൽ മതി. വി ത്രീ പ്ലസ് ബൈ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, എല്ലാത്തിലും വേണം. പാസീവ് വോയിസ് ആകുമ്പോൾ എല്ലാത്തിലും വേണം എന്നുള്ളത്. അപ്പോൾ വാസ് ഓർ വെയർ ചേർക്കണം എന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാസ് ഓർ വെയറിൻ്റെ കൂടെ വെർബിൻ്റെ ING ഫോമാണ് വരുന്നത്. അങ്ങനെയാണ് ആക്റ്റീവ് വോയിസിൽ നമുക്ക് സെൻറ്റൻസ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് എങ്ങനെയാക്കുക? വാസ് ഓർ വെയറിനോട് അതുപോലെ നമുക്ക് എഴുതാം. വാസ് ഓർ വെയർ എന്നെ എഴുതി. പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ബീങ് അവിടെ കൊണ്ടുവന്നില്ലേ, അവിടെ പ്രസൻറ്റ് ടെൻസിൽ, അതുപോലെ എവിടെയും ബീങ് നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, ബീങ് തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം, കാരണം ING ഫോം വരണമല്ലോ, അതുകൊണ്ട് ബീങ് നമ്മൾ കൊണ്ടുവന്നു. പിന്നെ വി ത്രീ പ്ലസ് ബൈ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന പോലെ കൊടുക്കുക. ഓക്കെ, പാസീവ് വോയിസ് ആയതുകൊണ്ടാണ് വി ത്രീ പ്ലസ് ബൈ വരുന്നത്. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ ഈ ഹാഡ് നമുക്ക് അതുപോലെ എഴുതാം. ഹാഡ് എഴുതി, പിന്നെ നമ്മൾ ബീൻ എഴുതാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ എവിടെ നോക്കും? പ്രസൻറ്റിൽ ഹാസ് ഹാവ് വന്നപ്പോൾ ഹാസ് ഹാവ് എഴുതിയിട്ട് ബീൻ എഴുതിയില്ലേ? അതുപോലെ തന്നെ പാസ്റ്റിൽ ഹാഡ് വന്നപ്പോൾ ഹാഡിനോടൊപ്പം നമ്മൾ അടുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? ബീൻ തന്നെ നമ്മൾ എഴുതി. ഓക്കെ, പിന്നെ വി ത്രീ പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോകുന്നത്. ക്ലിയർ ആണോ? ഇനി നോക്കൂ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ ഇങ്ങനെ ബീനും ബീങ്ങും ഒക്കെ വരുന്നതിന് പിന്നിൽ കുറച്ച് റൂളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറഞ്ഞ് ഞാൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കണ്ട. നമ്മൾ ഇങ്ങനെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പാസ്റ്റിൻ്റെ കാര്യമാണ്. ഡിഡ് വരികയാണെന്നുണ്ടെങ്കിൽ വാസ് ഓർ വെയറിനോടൊപ്പം പിന്നെ വി ത്രീ പ്ലസ് ബൈ നമുക്കറിയാം പാസീവ് വോയിസ് ആകുമ്പോൾ വി ത്രീ പ്ലസ് ബൈ വരുമെന്നുള്ള കാര്യം അത് നമ്മളങ്ങ് ചേർത്തു. ഇനി വാസ് ഓർ വെയറിനോടൊപ്പം വെർബിൻ്റെ ING ഫോം ആണെങ്കിൽ വാസ് ഓർ വെയർ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ബീങ് കൊടുക്കുന്നു. പിന്നെ വി ത്രീ പ്ലസ് ബൈ വരുന്നുണ്ട്. ഇനി ഹാഡ് പ്ലസ് വി ത്രീ ആണ് വരുന്നതെന്നുണ്ടെങ്കിലോ ഹാഡിനോടൊപ്പം നമുക്ക് ബീൻ കൊടുക്കാം, എന്നിട്ട് വി ത്രീ പ്ലസ് ബൈ അതുപോലെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. സിമ്പിൾ ഫ്യൂച്ചറിൽ വരുമ്പോൾ വില്ല് ഷാൾ പ്ലസ് V1 എന്നുള്ളൊരു ഫോർമാറ്റാണ് നമുക്ക് വരുന്നത്. ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊടുക്കേണ്ട പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ഈ വില്ലും ഷാളും അതുപോലെ നമുക്ക് കൊടുക്കാം. ഏതാണോ സ്യൂട്ട് ആവുന്നത്, വില്ലോ ഷാളോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം. എന്നിട്ട് നമ്മളവിടെ ഇറക്കുന്ന ഒരാളാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ബി എന്ന് പറയുന്നൊരു വാക്ക് നമ്മളവിടെ എഴുതണം. വില്ല് ഷാൾ പ്ലസ് ബി കൊടുക്കുന്നു. പിന്നെ നമ്മുടെ വി ത്രീ പ്ലസ് ബൈ അതുപോലെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ വിൽ ഓർ ഷാൾ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ടാണ് നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചറിലാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസ് എഴുതാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? വില്ല് ഷാൾ അതുപോലെ എഴുതിയിട്ട് നമ്മൾ ബി കൊടുക്കണം. ബി എന്ന് പറയുന്ന ഒരു വർക്കാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബി എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ വി ത്രീ പ്ലസ് ബൈ നമ്മൾ കോമൺ ആയിട്ട് പാസീവ് വോയിസിൽ എഴുതും പോലെ എഴുതുന്നുണ്ട്. ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ വില്ല് ഷാൾ അതിനോടൊപ്പം ഹാവ് പ്ലസ് വി ത്രീ എന്നുള്ള രീതിയിൽ ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് നമ്മുടെ സെൻറ്റൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ വില്ല് ഷാൾ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ എന്നുള്ള നിലയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പാസീവ് വോയിസിലാക്കുമ്പോൾ വില്ലും ഷാൾ നമുക്ക് അതുപോലെ എഴുതാം. ഹാവ് നമ്മൾ അതുപോലെ എഴുതുന്നു. പിന്നെ നമുക്ക് ബീൻ മാത്രം ഇവിടെ എക്സ്ട്രാ കൊടുത്താൽ മതി. ബീൻ നമ്മൾ കൊടുക്കുന്നു. പിന്നെ വി ത്രീ പ്ലസ് ബൈ അതുപോലെ കോമൺ ആയിട്ട് നമ്മൾ പാസീവ് വോയിസ് ആയതുകൊണ്ട് എഴുതുകയും ചെയ്തു. ക്ലിയർ ആണോ പറഞ്ഞത്? നമ്മൾ ഫ്യൂച്ചറിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? വില്ലും ഷാളും വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെന്നുണ്ടെങ്കിൽ വിൽ ഷാൾ ബി നമ്മൾ കൊടുക്കുന്നു. പിന്നെ വി ത്രീ പ്ലസ് ബൈ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ വില്ലും ഷാളും ഹാവ് പ്ലസ് വി ത്രീ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ വില്ലും ഷാളും പിന്നെ ഹാവ് അതുപോലെ കൊടുക്കാം. ബീൻ നമ്മൾ കൊടുക്കാം. പിന്നെ വി ത്രീ പ്ലസ് ബൈ കൊടുക്കാം. ഓക്കെ, ഇത്രയും റൂൾസ് മതി കേട്ടോ. നമുക്ക് ഇത്രയും ഈ ഒരു 8 റൂൾസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് ഫുൾ മാർക്ക് എന്തായാലും വാങ്ങാൻ പറ്റും. ഇതിന് അധികം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതാ ഈ ഒരു സിമ്പിൾ പ്രസൻറ്റിൻ്റെയും സിമ്പിൾ പാസ്റ്റിൻ്റെയും ഈ
ഫോർമാറ്റാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഡു ഡസ് ആമി സാറായി മാറുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചിന്തിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതാണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കേണ്ട. ഇത് രണ്ടുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഡിഡ് വാസ് ഓർ വെയർ ആയിട്ടാണ് മാറുന്നത്. ചിലപ്പോൾ അത് പെട്ടെന്ന് ഓർമ്മയിൽ വരണമെന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഞാനിത് പഠിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് പറഞ്ഞു തരുന്നത്. ഈ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ആദ്യം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് ഡു ഡസ് വരുമ്പോൾ ആമി സാർ പ്ലസ് പിന്നെ V3+by നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു പാസീവ് വോയിസ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നു എന്നുള്ളത്. പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് പ്ലസ് വാസ് ഓർ വെയർ കൊടുക്കും. പിന്നെ V3+byയും വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഇതാ നോക്കൂ, ഇവിടെ വെർബിൻ്റെ ING ഫോം വരുമ്പോൾ നമുക്കിവിടെ ബീങ് എന്ന് പറയുന്ന ഒരു വാക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മനസ്സിലായോ? അങ്ങനെ പഠിച്ചാൽ മതി. അതായത് ആമി സാർ വരുമ്പോൾ അവിടെ ആമി സാർ തന്നെ കൊടുത്തിട്ട് ബീങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ V3+by മറന്നു പോകരുത്, കാരണം പാസീവ് വോയിസിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കൂ, അതുപോലെ തന്നെ ഹാസ് ഓർ ഹാവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബീൻ കൊടുക്കണമെന്ന് ഓർത്താൽ മതി. ഓക്കെ, ബീൻ കൊടുക്കണം. അതുപോലെ തന്നെയല്ലേ താഴെയും വരുന്നത്. ഇപ്പോൾ വാസ് ഓർ വെയറിനോടൊപ്പം വെർബിൻ്റെ ING ഫോം വന്നപ്പോൾ എവിടെയും നമ്മൾ ബീൻ കൊടുത്തു. ഹാഡ് വന്നപ്പോൾ ബീൻ ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം? വെർബിൻ്റെ ING ഫോം വരുമ്പോൾ നമ്മൾ ബീങ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കാണ് നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ. ഓക്കെ, അതുപോലെ ഹാസും ഹാവും ഹാഡും ഒക്കെ വന്നപ്പോൾ നമ്മൾ ബീൻ ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിൽ അങ്ങനെ വിചാരിച്ചിട്ട് എന്താ പറയുക, അങ്ങനെയും നമുക്ക് ഈ റൂള് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. മനസ്സിലായോ? പിന്നെ ഫ്യൂച്ചർ വരുമ്പോൾ വില്ലും ഷാളും വരുമ്പോൾ നമ്മൾ V1 വരുമ്പോൾ നമ്മൾ ബി കൊടുക്കുന്നു. എവിടെയും ഹാവ് വന്നപ്പോൾ നമ്മൾ ബീൻ ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഡു ഡസ് വരുമ്പോൾ നമ്മൾ ആമി സാർ, പിന്നെ പാസീവ് വോയിസ് ആയതുകൊണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞു V3+by ആണ് കൊടുക്കേണ്ടത്. ആ ഒരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ആമി സാറിനോടൊപ്പം വെർബിൻ്റെ ING ഫോം ആണെങ്കിൽ നമ്മൾ ബീങ് കൊടുക്കണം. ഇങ്ങനെ ആമി സാർ അതുപോലെ എഴുതാം. പിന്നെ ബീങ് പിന്നെ V3+by നമുക്ക് കൊടുക്കാം. പിന്നെ ഹാസ് ഹാവ് പ്ലസ് V3 വരുമ്പോൾ നമ്മൾ ഹാസ് ഹാവ് ബീൻ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നു. പിന്നെ V3+by അതുപോലെ കൊടുക്കാം. ഇനി പാസ്റ്റിലോട്ട് വരുമ്പോൾ ഡിഡ് വരുമ്പോൾ എന്താണ് വരിക? വാസ് ഓർ വെയർ പ്ലസ് V3 ആണ്. V3+by അങ്ങനെ ഒരു രീതിയിലാണ്. വാസ് ഓർ വെയർ ആണ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി വാസ് ഓർ വെയറിനോടൊപ്പം വെർബിൻ്റെ ING വരുമ്പോൾ എന്താ ചെയ്യുന്നത്? വാസ് ഓർ വെയർ പ്ലസ് ബീങ് നമ്മൾ കൊടുക്കുന്നു. പിന്നെ V3+by നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്നു. ഹാഡ് പ്ലസ് V3 വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഹാഡിനോടൊപ്പം ബീൻ നമുക്ക് കൊടുക്കാം, പ്ലസ് V3+by നമുക്ക് കൊടുക്കാം. ഇനി വിൽ ഓർ ഷാൽ പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെങ്കിൽ ബി നമ്മൾ കൊടുക്കുന്നു. വിൽ ഓർ ഷാൽ പ്ലസ് ബി പിന്നെ V3+by എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണെന്നുണ്ടെങ്കിൽ ഹാവ് ബീൻ എന്ന് കൊടുക്കുന്നു. വിൽ ഓർ ഷാൽ ഹാവ് ബീൻ പ്ലസ് V3 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഓക്കെ, ചിലപ്പോൾ ഇത് നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ടെൻസൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാമെന്നുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കും എന്നുള്ളതാണ്. മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പ്രത്യേകിച്ച് ഗ്രാസ്പ് ഒന്നും ഇല്ലാത്തവർക്ക് എന്താണ് ഇത് പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. ഈ റൂൾസൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ കുഴപ്പമില്ലടാ, നിങ്ങളെല്ലാവരും ഇതൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കൂ. എല്ലാവരും ഒന്ന് എഴുതിയൊക്കെ എടുത്തേ ഒന്ന് വായിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കുഴപ്പമില്ല കേട്ടോ. അത് ഗ്രാജുവലി നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇത് ഇത്രയും ഫോർമാറ്റ് അല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു കണക്ഷൻ ഓർത്തിരുന്നാൽ മതി. എന്തായാലും ഈ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റ് നമുക്ക് എന്തായാലും നന്നായിട്ട് പഠിച്ചിരുന്നേ മതിയാവും, ബൈ ഹാർട്ടാക്കി. പിന്നെ ബാക്കി വെർബിൻ്റെ ING വരുമ്പോൾ ബീങ് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ വേണം. ഹാസ് ഹാവ് ഹാഡൊക്കെ വരുമ്പോൾ നമ്മൾ ബീൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള ഐഡിയ വേണം. വില്ലും ഷാളും വന്നപ്പോൾ ബി കൊടുത്തു എന്നുള്ളൊരു ഐഡിയ കൂടി നമുക്ക് ഉണ്ടായാൽ നമുക്ക് ബാക്കിയൊക്കെ അത്യാവശ്യം എന്താ പറയുക മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഫോർമാറ്റ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾസ് കൂടി ചെയ്യാം. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമേ ഒരു കാര്യം ഒന്ന് പറയട്ടെ, അല്ലെങ്കിൽ ഡൗട്ട് വരും. നമുക്ക് പാസീവ് വോയിസിലോട്ട് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ആക്റ്റീവ് വോയിസിലുള്ള തന്നിട്ടുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസിലോട്ട് എഴുതേണ്ടി വരിക അല്ലേ. അപ്പോൾ ഈ ആക്റ്റീവ് വോയിസിൽ തന്നിട്ടുള്ള സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ പാസീവ് വോയിസിൽ ആൻസർ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത്. എന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസിൽ വരുന്ന ഒബ്ജക്റ്റ് പാർട്ടാണ് നമ്മൾ പാസീവ് വോയിസിൽ സബ്ജക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പാസീവ് വോയിസിൽ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നേരെ തല തിരിച്ചാണ് നമ്മൾ സെൻറ്റൻസ് എഴുതുക. ആക്റ്റീവ് വോയിസ് തന്നിട്ടുള്ള സെൻറ്റൻസ് നേരെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോക്കൂ, ആദ്യത്തെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പം ഡു ഡസ് ചേർന്ന രീതിയിൽ ആക്റ്റീവ് വോയിസ് വരികയാണ്. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളാണ് കാറ്റ്സ് ഈറ്റ് മൈസ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. കാറ്റ്സ് എന്താണ്? പൂച്ചകൾ എലികളെ കഴിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, കാറ്റ്സ് കഴിക്കുന്നു എന്ന് പറയുന്നു. സോ കാറ്റ്സ് ഈറ്റ് മൈറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ ഈ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ മൈസ് എന്നുള്ളത്, ഇതാണ് നമ്മളവിടെ സബ്ജക്റ്റായിട്ട് കൊടുക്കേണ്ടത്.
അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. സാധാരണ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ എവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക. മൈസ് ആണ് ഇവിടെ നമ്മൾ എന്താണ് സബ്ജക്റ്റ് ആയിട്ട് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് പാസീവ് വോയിസിൽ എഴുതുമ്പോൾ. സോ മൈസ്. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, വെർബിന് ശേഷമുള്ള ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകളിൽ വെർബിന് ശേഷമുള്ള ഭാഗമാണ് പാസീവ് വോയിസിൽ ആദ്യം കൊടുക്കുന്നത് എന്ന് ഓർത്താലും മതി. കാരണം ഈ എയ്റ്റ് എന്ന് പറയുന്ന വെർബാണ്, അതിന് ശേഷമുള്ള ഭാഗമാണ് നമ്മളിവിടെ ആദ്യം കൊടുക്കുന്നത്. എല്ലാത്തിലും അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർത്താലും മതി. അല്ലെങ്കിൽ ലാസ്റ്റ് ഭാഗമുള്ളത് നമ്മൾ ആദ്യം കൊടുക്കുന്നു എന്നുള്ള രീതിയിലും ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ മൈസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഈ ഫോർമാറ്റിലോട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ ഈ ഒരു രീതിക്കാക്കി ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ഓക്കെ, സോ മൈസ് നമ്മൾ ആദ്യം സബ്ജക്റ്റ് ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് ആം ഈസ് ആർ ഉണ്ട്. അപ്പോൾ ഇതിലേത് നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് മൈസ് എലികളാണല്ലേ, പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർ അവിടെ കൊടുക്കാം. ഓക്കെ, ആർ നമുക്ക് കൊടുക്കാം. ഇനി എന്താണെന്നറിയോ, V3 ഫോം നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈറ്റ് ആണ് ഇവിടുത്തെ വെർബ് എന്ന് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈറ്റൻ ആയിട്ട് അതിൻ്റെ മൂന്നാമത്തെ രൂപത്തിൽ എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബൈ അതുപോലെ എഴുതാം. ബാക്കി ഏജന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് എഴുതിയതിന് ശേഷം ബാക്കി റിമൈനിങ് പോർഷൻസ് ബാക്കി എന്തുണ്ടോ അതാണെന്ന് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ. സോ ഈ കാറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയായിട്ട് ഇവിടെ കൊടുക്കാം. ഓക്കെ ആണോ ഇപ്പോൾ പറഞ്ഞത്? ഓക്കെ, അപ്പം നമ്മൾ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് ഏത് ടെൻസിലുള്ളതാണ്, ഇതിലേതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ അതിലോട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. അത്രേ വേണ്ടുള്ളൂ. കാറ്റ്സ് ഈറ്റ് മൈസ് എന്ന് പറയുമ്പോൾ മൈസ് സബ്ജക്റ്റ് കൊടുത്തു. പിന്നെ ദാമീസ് ആർ നമ്മൾ കൊടുത്തു. പിന്നെ V3 ഫോമായിട്ട് വെർബിൻ്റെ V3 ഫോം ഈറ്റനായിട്ട് നമ്മൾ കൊടുത്തു, ബൈ കൊടുത്തു. പിന്നെ ഏജൻ്റായിട്ട് കാറ്റ്സും കൊടുത്തു. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നോക്കൂ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആമീസ് ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം ആണെന്നുണ്ടെങ്കിൽ ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി, ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു ആക്റ്റീവ് വോയിസ് വന്നിട്ടുള്ളത്. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി എന്നുള്ള ലെവലിൽ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പാസീവ് വോയിസിലോട്ട് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഈ ലാസ്റ്റ് ഭാഗമാണ് എഴുതുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സബ്ജക്റ്റ് ആയിട്ട്. സോ എ സ്റ്റോറി നമുക്ക് അതുപോലെ തന്നെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ആമീസ് ആറിൽ ഏത് കൊടുക്കാം? സ്റ്റോറി ഒരു കഥയാണല്ലോ, അതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എ സ്റ്റോറി ഈസ്. പിന്നെ ബീയിങ് നമുക്ക് അതുപോലെ എഴുതാം. ഓക്കെ, ഈസ് ബീയിങ്. പിന്നെ V3 നമുക്ക് എഴുതണം. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. സോ നമുക്ക് റിട്ടൺ ആയിട്ട് V3 ആയിട്ട് എഴുതാം. ഓക്കെ, റിട്ടൺ ബൈ അതുപോലെ എഴുതുന്നു. പിന്നെ നമ്മുടെ ഈ ഐ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എ സ്റ്റോറി ഈസ് ബീങ് റിട്ടൺ ബൈ ഐ എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല, മീ എന്നല്ലേ പറയത്തുള്ളൂ. ഈ ഐ ആണ് മീ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ, വേറെ പ്രശ്നമില്ല. സോ ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി എങ്ങനെയായി മാറി? എ സ്റ്റോറി ഈസ് ബീങ് റിട്ടൺ ബൈ മീ എന്നുള്ള നിലയ്ക്ക് ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ഹാസ് ഹാവ് പ്ലസ് V3 വരുന്ന രീതിയിലുള്ള ഒരു ആക്റ്റീവ് വോയിസ് ആണ്. ഹി ഹാസ് ഈറ്റൺ ദ ആപ്പിൾസ്. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ കുറച്ച് വെട്ടും കുത്തൊക്കെ ഉണ്ടല്ലേ. ഹി ഹാസ് ഈറ്റൺ ദ ആപ്പിൾസ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ പാസീവ് വോയിസിലോട്ട് എഴുതുമ്പോൾ ലാസ്റ്റ് ഭാഗമാണ് ആദ്യം കൊടുക്കേണ്ടത്, ദ ആപ്പിൾസ്. ഓക്കെ, ദ ആപ്പിൾസ് നമ്മൾ അതുപോലെ എഴുതി. പ്ലൂറലാണ്, കുറേ ആപ്പിൾ ഉണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാവ് കൊടുക്കാം. ദ ആപ്പിൾസ് ഹാവ്. പിന്നെ ബീൻ അതുപോലെ നമ്മൾ എഴുതുന്നു, ദ ആപ്പിൾസ് ഹാവ് ബീൻ. V3 നമുക്ക് വേണം. എവിടുത്തെ വെർബ് ഏതാ? ഈറ്റൺ എന്നുള്ളതാണ്. V3 തന്നെയാണല്ലോ. സോ നമുക്ക് മാറ്റമൊന്നും വരുത്തേണ്ട, V3 തന്നെയാണ് ഇവിടെ. ഈറ്റൺ ബൈ അതുപോലെ എഴുതുന്നു. ബാക്കി ഇതാ ഹിം ആണ് വന്നിട്ടുള്ളത്. ഹി എന്നുള്ളത് എന്തായി മാറി? ഹിം. ദ ആപ്പിൾസ് ഹാവ് ബീൻ ഈറ്റൺ ബൈ ഹി എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ദ ആപ്പിൾസ് ഹാവ് ബീൻ ഈറ്റൺ ബൈ ഹിം എങ്കിലല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കാര്യം. ഹി എന്തായി മാറി? ഹിം ആയിട്ട് മാറി, അത്രയേ ഉള്ളൂ. ഇനി നോക്കൂ, നമ്മുടെ സിമ്പിൾ പാസ്റ്റിലോട്ട് വരുമ്പോൾ ഐ ആറ്റ് ആൻ ആപ്പിൾ. ഓക്കെ, ഞാനൊരു ആപ്പിൾ കഴിച്ചു എന്നാണ് പറയണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസീവ് വോയിസിലൂടെ പോകുമ്പോൾ എവിടെ ലാസ്റ്റത്തെ ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. ആൻ ആപ്പിൾ, അതാണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് എഴുതണം. ഓക്കെ, ആദ്യത്തെ പോർഷനായിട്ട് എഴുതണം, സബ്ജക്റ്റ് ആയിട്ട് എഴുതണം. ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ ആണല്ലോ. സോ നമുക്ക് വാസ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള വാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വെർബായിട്ട് കൊടുക്കാം. ആൻ ആപ്പിൾ വാസ്. ഇനി V3 നമുക്ക് വേണം. V3ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെർബ് ഏറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ V3 എന്ന് പറയുമ്പോൾ ഏറ്റ് എന്തായി മാറും? ഈറ്റൺ ആയിട്ട് മാറും. ആൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ അതുപോലെ കൊടുക്കുന്നു, ബൈ മീ. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? മീ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, നേരത്തെ കണ്ടല്ലോ അത്. ഇനി നോക്കൂ, അടുത്ത വാസ് ഓർ വെയർ പ്ലസ് വെബ് പ്ലസ് എൻജ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. ഐ വാസ് സോൾവിങ് പസിൽസ്. പസിൽസ് ആണ്, എസ് ഉണ്ട് ഇവിടെ. ഞാൻ പസിലുകൾ സോൾവ് ചെയ്യുകയായിരുന്നു. നോക്കൂ, ഐ വാസ് സോൾവിങ് പസിൽസ് അല്ലേ. അപ്പോൾ അത് നമ്മൾ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ലാസ്റ്റത്തെ ഭാഗമാണ് എഴുതേണ്ടത്. പസിൽസ്. പസിൽസ് എന്താണ്? പസിൽസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. പസിൽസ് വെയർ. ബീങ് അതുപോലെ നമ്മൾ എഴുതുന്നു. V3 നമുക്ക് വേണം. V3ക്ക് എവിടെ പോകണം? അതാ ഇവിടുത്തെ വെർബ് നമ്മൾ നോക്കുക. സോൾവിങ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സോൾവ്ഡ് എന്നുള്ള നിലയ്ക്ക് എഴുതാം. ഓക്കെ, എടാ ഇത് നിങ്ങൾക്ക് ഡി പോലെയാണോ തോന്നുന്നത്? OL ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് അന്ന് എന്താ പറയുക, ഏതോ തിരക്കുള്ള ടൈമിലാണ് ഞാൻ ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തത്. ഇപ്പം എനിക്ക് മാറ്റി എഴുതാനും സമയം കിട്ടിയില്ല. അതാണ് ഞാൻ ഈ നോട്ട് വെച്ച് തന്നെ പഠിപ്പിച്ചത് കേട്ടോ. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കണേ.
ഞാൻ പറയുന്നുണ്ട്, അതൊന്ന് വ്യക്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. നോക്കൂ, പസിൽസ് വെയർ ബീങ് സോൾവ്ഡ് ആണ്, SOLVED. കാരണം സോൾവിങ് ആണ് ഇവിടുത്തെ വെർബ്. നമ്മൾ V3 എഴുതുമ്പോൾ സോൾവ്ഡ് എന്നുള്ള ലെവലിൽ മൂന്നാമത്തെ രൂപമായിട്ട് എഴുതുന്നു. ബൈ അതുപോലെ കൊടുക്കുന്നു, പിന്നെ മീ ആണ് വരുന്നത്. കാരണം ഐ ആണ് ഇവിടുത്തെ മീ ആയിട്ട് മാറിയത്. പസിൽസ് വെയർ ബീങ് സോൾവ്ഡ് ബൈ മീ എന്നുള്ള നിലയ്ക്ക് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഇനി നോക്കൂ, നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഐ ഹാഡ് ഫിനിഷ്ഡ് ദ ജോബ് എന്നുള്ള നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ ലാസ്റ്റ് ഭാഗം എടുക്കുക, ദ ജോബ് നമ്മൾ എഴുതുന്നു അല്ലേ. സബ്ജക്റ്റ് ആയല്ലോ. ഇനി നമുക്ക് ഹാഡ് നമുക്ക് കൊടുക്കണം. ഹാഡ് അതുപോലെ നമുക്ക് കൊടുക്കാം, ഹാഡ് കൊടുത്തു. ബീൻ കൊടുക്കണം, ബീന് നമുക്ക് കൊടുക്കാം, ദ ജോബ് ഹാഡ് ബീൻ. അതുവരെ ആയേ. ഇനി V3 ആണ് കൊടുക്കേണ്ടത്. എവിടെ പോവും? നമ്മുടെ എവിടുത്തെ വെർബ് നോക്കുക, ഫിനിഷ്ഡ് ആണ്. എവിടെയും V3 ഫോമിലാണല്ലോ, നമുക്ക് അതുപോലെ കൊടുക്കാം. ഫിനിഷ്ഡ് ബൈ അതുപോലെ കൊടുക്കുന്നു, മീ എന്നുള്ളത് ഐ ആണ് മീ ആയിട്ട് മാറിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നാം നോക്കൂ നമ്മുടെ ഫ്യൂച്ചറിലെ കാര്യം. നോക്കൂ, ഐ വിൽ റൈറ്റ് എ സ്റ്റോറി. ഐ വിൽ റൈറ്റ് എ സ്റ്റോറി. ഓക്കെ, അപ്പോൾ നമുക്ക് പാസീവ് വോയിസിലോട്ട് പോകുമ്പോൾ ലാസ്റ്റത്തെ ഭാഗം എഴുതുന്നു എ സ്റ്റോറി. എ സ്റ്റോറി എന്താണ്? നമ്മൾ എന്നിട്ട് ഇവിടെ വില്ലാണ് കൊടുക്കുന്നത്. ഓക്കെ, എ സ്റ്റോറി വിൽ ബി നമുക്ക് കൊടുക്കാം. എ സ്റ്റോറി വിൽ ബി ഫോർമാറ്റിലുള്ളത് അനുസരിച്ചാണ് പറയുന്നത്. പിന്നെ V3 ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ റൈറ്റ് ആണ് ഇവിടുത്തെ വെർബ്. നമുക്കത് റിട്ടൺ ആയിട്ട് മീൻസ് റൈറ്റിൻ്റെ മൂന്നാമത്തെ രൂപമാണല്ലോ റിട്ടൺ. സോ എ സ്റ്റോറി വിൽ ബി റിട്ടൺ, പിന്നെ ബൈ അതുപോലെ കൊടുക്കുന്നു, പിന്നെ മീൻസ് ഐ മീ ആയിട്ട് മാറി വീണ്ടും. ഓക്കെ, ഇനി ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ജോബ്. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ജോബ് എന്നാണ് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിലുള്ള സെൻറ്റൻസ് ആണ് ഇത് തന്നിട്ടുള്ളത്. ആക്റ്റീവ് വോയിസ് ആണ്, പാസീവ് വോയിസിലോട്ട് മാറ്റണം. സോ നമുക്ക് ലാസ്റ്റത്തെ ഭാഗം നോക്കാം. എന്താണ്? ജോബ് എന്ന് എഴുതാം. ദ ജോബ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജോബ് എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ദ ജോബ്. ഓക്കെ, ദ ജോബ് വിൽ നമ്മൾ കൊടുക്കുന്നു, ഹാവ് കൊടുക്കുന്നു, ബീൻ കൊടുക്കുന്നു. കാരണം അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഫോർമാറ്റിലുള്ളതുപോലെ നമ്മൾ താഴോട്ട് ഇറക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി V3 ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ വെർബ് ഫിനിഷ്ഡ് ആണ്. സോ നമ്മൾ ഫിനിഷ്ഡ് അതുപോലെ കൊടുക്കുന്നു, ബൈ മീ എന്നുള്ള ലെവലിൽ നമ്മൾ കൊടുത്തു. ഓക്കെ, മീ ആയിട്ട് മാറി. ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ആദ്യത്തോട്ട് കിടക്കുന്ന ഫോർമാറ്റുകളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ ഒരു പ്രസൻറ്റിലെയും പാസ്റ്റിലേക്കാണ് നമുക്ക് കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഫ്യൂച്ചറിനെക്കാളും. എങ്കിലും ഫ്യൂച്ചറും പഠിക്കാൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി ഡൗട്ട് വന്നു, ആൻസർ ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. അതൊക്കെ നോർമലായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. മീൻസ് ഇതൊക്കെ എളുപ്പമായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ എങ്കിലും കുറച്ച് പേർക്കെങ്കിലും എന്തായാലും പാടായിട്ട് ഫീൽ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഗ്രാജുവലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ ഒന്നും ചെയ്യാണ്ടിരിക്കരുത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ എഡിറ്റിംഗ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒരാൾ മീൻസ് 2-3 പിള്ളേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ കുറേ ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മാത്രം ടിപ്സായിട്ട് ഞാനത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഏതായിരുന്നു അത്? നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പാസീവ് വോയിസിൽ V3+ ബൈ വരും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തരുന്ന സെൻറ്റൻസ് ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഏത് ടെൻസിലാണ് വന്നിട്ടുള്ളത്, ഇതിൽ ഏത് റൂളാണ് ഞാൻ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ആദ്യം തിരിച്ചറിയുക. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ഈ റൂളിൽ അത് പ്ലേസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ കുഴപ്പമില്ല, നമുക്ക് പതിയെ എല്ലാം ഇമ്പ്രൂവ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പേടിക്കേണ്ട കേട്ടോ. നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, അപ്പോൾ എല്ലാം ശരിയാവുന്നതായിരിക്കും.